ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആണ്. പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് 10ൻ്റെ ഇംഗ്ലീഷ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ യൂണിറ്റായ ട്രയൽസ് ആൻഡ് ട്രിംസ്. അതിലെ ആദ്യ ചാപ്റ്റർ ആണ് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് ആണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ സ്റ്റോറിയുടെ എക്സ്പ്ലനേഷൻ, മലയാളം എക്സ്പ്ലനേഷൻ, മീനിങ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണിത്. ഈ ചാപ്റ്റർ തന്നെ നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. ആദ്യം ലെസന്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്, രണ്ടാമത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് ക്ലാസ്, അങ്ങനെ 2 വീഡിയോസ് ആയിട്ടായിരിക്കും 10ാം ക്ലാസ് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സബ്ജക്ട്സിൻ്റെയും എക്സ്പ്ലനേഷൻ ക്ലാസ്സസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ടെസ്റ്റ് പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പ്ലീസ് സപ്പോർട്ട് എസ്. ഓക്കെ, എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ട്രയൽസ് ആൻഡ് ട്രിംസ് തുടങ്ങുമ്പോൾ നമുക്ക് യൂണിറ്റ് 1 തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹേർഡ് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി വാട്ട് ഇസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദ ഐ. ദ ലിറ്റിൽ പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കോട്ടിങ്സ് ആണ്. നമുക്ക് ആദ്യമുള്ള ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്. ഗബ്രിയൽ ഗാർസിയ മാർക്കസ് ആണ് അതിൻ്റെ റൈറ്റർ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചാപ്റ്ററിലോട്ട് പോകാം. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് എന്താണ്? അപ്പോൾ നമുക്ക് നോക്കാം. The light was weak even at noon when Pelayo was coming back to the house. അപ്പോൾ ഈ കഥയിലെ കഥാപാത്രങ്ങളാണ്. ആദ്യത്തെ കഥാപാത്രം പെലായോ ആണ്. It was hard for him to see what was moving and groaning in the rear of the courtyard. അപ്പോൾ കഥ തുടങ്ങുന്നത് എവിടെ? ലൈറ്റ് വാസ് വീക്ക്, വെളിച്ചം വളരെ കുറവാണ്. എപ്പോൾ? ഇവൺ അറ്റ് നൂൺ, ഉച്ചയ്ക്ക് പോലും വെളിച്ചം വളരെ കുറവ് അല്ലേ. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്, പെലായോ വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. പെലായോ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മുറ്റത്തിൻ്റെ എന്താണ് കോർട്ട്യാർഡിൽ അല്ലേ, മുറ്റത്ത്, കോർട്ട്യാർഡ് പറഞ്ഞാൽ നമുക്ക് പൂമുഖം, മുറ്റം എന്നൊക്കെ പറയാം. അപ്പോൾ എന്തോ ഒരു സംഭവം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോണിങ്, മൂവിങ് ആൻഡ് ഗ്രോണിങ് അവിടെ കാണുന്നുണ്ട്. എന്തോ ഒന്ന് അനങ്ങുന്നു. അത് കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നില്ല. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് അടുത്തോട്ട് പോകേണ്ടി വന്നു. അടുത്തോട്ട് പോയപ്പോൾ അത് ഒരു ഓൾഡ് മാൻ ആണ്, അല്ലെങ്കിൽ ഒരു വൃദ്ധനായിരുന്നു. വെരി ഓൾഡ് മാൻ, വളരെ വയസ്സായിട്ടുള്ള ഒരു വൃദ്ധൻ, നല്ല രീതിയിൽ വയസ്സായിട്ടുണ്ട്. ദ മാൻ വാസ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. In spite of his tremendous efforts, the man couldn't get up. അപ്പോൾ എന്താണ്? ആ മനുഷ്യൻ അവിടെ കിടന്ന് എഴുന്നേൽക്കാൻ, അതായത് എഴയുകയായിരുന്നു. ഗ്രോണിങ് ആൻഡ് മൂവിങ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എഴയുന്ന ഒരു അവസ്ഥയായിരുന്നു. അയാൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അയാളുടെ വലിയ ചിറകുകൾ അതിന് തടസ്സമായിരുന്നു. ഇംപെഡഡ് ബൈ ഹിസ് ഇനോർമസ് വിങ്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് ആ മണ്ണിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. ബട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? അയാളുടെ വലിയ ചിറകുകൾ തടസ്സമായിരുന്നു. Frightened by the sight, Pelayo ran to get Elisenda, his wife. ഇത് കണ്ട് നമ്മുടെ പെലായോ ഭയന്ന് അയാൾ ഓടി. എങ്ങോട്ട്? അയാളുടെ ഭാര്യയുടെ പേരെന്താ? എലിസെൻഡ ആണ് ഇതിലെ രണ്ടാമത്തെ കഥാപാത്രം. ആ എലിസെൻഡയിൽ നിന്ന് സഹായം, അല്ലെങ്കിൽ അവരോട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മളുടെ പെലായോ ഓടുകയാണ്. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അപ്പം അവൾ എന്ത് ചെയ്യായിരുന്നു? എലിസെൻഡ അവരുടെ സിക്കായിട്ടുള്ള കുട്ടിക്ക് എന്തോ അസുഖമുണ്ട്. അപ്പോൾ ആ അസുഖമുള്ള കുട്ടിക്ക് കംപ്രസ് പാഡ്, ഇങ്ങനെ നമ്മൾ പനിയുള്ളവർക്കൊക്കെ പാഡ് അല്ലെങ്കിൽ കോട്ടനൊക്കെ വെച്ചു കൊടുക്കില്ലേ, അതുപോലെ കംപ്രസസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. He took her to rear of the courtyard. They both looked at the fallen body.
അപ്പോൾ എലിസൻറ്റേനെ എങ്ങോട്ട് കൊണ്ടുവന്നു? കോർട്ട്യാർഡിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു അല്ലേ? മുറ്റത്തിന് സമീപം കൊണ്ടുപോവാണ്. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫോളൻ ബോഡി. അപ്പോൾ ആ വീണ് കിടക്കുന്ന മനുഷ്യനെ അവർ രണ്ടാളും കൂടെ നോക്കുകയാണ്. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. ആ മനുഷ്യൻ ഏത് രൂപത്തിലായിരുന്നു? റാഗ് പിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു നമ്മൾ ഈ പഴയ തുണികളൊക്കെ വാങ്ങി വിൽക്കുന്ന ആളെയൊക്കെ റാഗ് പിക്കേഴ്സ് എന്ന് പറയും. അത് കൂടാതെ അപ്പൊ അങ്ങനെയുള്ള ഒരു രൂപത്തിലായിരുന്നു നമ്മൾ ആ ഒരു മനുഷ്യനെ അവിടെ കാണുന്നത്. ഒരു ആക്രിക്കാരനെ പോലെയൊക്കെ നമുക്ക് പറയാം ഇയാളെ. അപ്പോൾ ആ ഒരു രൂപത്തിലായിരുന്നു റാഗ് പിക്കർ എന്ന് പറയുമ്പോൾ കേട്ടോ. ദർ വർ ഓൺലി ഫ്യൂ ഫേഡഡ് ഹെയർസ് ലെഫ്റ്റ് ഓൺ ഹിസ് ബാൾഡ് സ്കൾ ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. അപ്പോൾ അയാളുടെ തലയിൽ വളരെ അവിടെയായിട്ട് കുറച്ച് മുടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ വളരെ കുറച്ച് പല്ലുകൾ. വെരി ഫ്യൂ ടീത്ത് എന്ന് പറഞ്ഞാൽ പല്ലുകൾ ഇല്ല എന്നാണ് ശരിക്കും അർത്ഥം വരുന്നത് കേട്ടോ. വെരി ഫ്യൂ ടീത്ത് ആണ്. അപ്പോൾ അങ്ങനെ അല്പം മുടി ഒഴികെ അയാൾക്ക് വളരെ കുറച്ച് പല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. His pitiful condition seemed that of a drenched great-grandfather. This took away any sense of grandeur he might have had. അപ്പം എന്താ പറയണത്? അപ്പം അയാൾ ആകെ ഒരു നനഞ്ഞു കുതിർന്ന മുതുമുത്തച്ഛനെ പോലെയാണ് ഉണ്ടായിരുന്നത്. അതായത് ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ഡ്രെഞ്ച്ഡ് ആയിട്ടുള്ള നനഞ്ഞ കോഴിയെ പോലെ എന്നൊക്കെ പറയില്ലേ, അതേപോലെ നനഞ്ഞ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ പോലെയാണ് അയാൾ കാണാനുണ്ടായിരുന്നത്. അയാളുടെ വലിയ ചിറകുകൾ വൃത്തികെട്ടതും അതുപോലെ തൂവലുകളൊക്കെ പകുതി പറിച്ചെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തൂവലുകളൊന്നും പകുതി ഇല്ല, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ക്ഡ് വർ എൻടാങ്കിൾ ഇൻ ദ മഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വലിയ ചിറകുകൾ അത്ര നീറ്റല്ല, വളരെ വൃത്തികെട്ടതും അതുപോലെ തന്നെ തൂവലുകളെല്ലാം പകുതി പറിച്ചെടുത്തതും ആയിരുന്നു. അതെല്ലാം ഈ ചെളിയുടെ നടുവിൽ കുടുങ്ങി അങ്ങനെ കിടക്കുകയാണ്, മഡിലാണ് കിടക്കുന്നത് കേട്ടോ. They looked at him so long and so closely that Pelayo and Elisenda very soon overcame their surprise. In the end they found him familiar. അപ്പോൾ ആദ്യം നമുക്കൊരു ആളെ കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് സ്ട്രേഞ്ച് ആയിട്ട്, അതായത് നമ്മളെല്ലാവരെയും പോലെ അല്ലാതെ വ്യത്യസ്തനായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ നമ്മളെല്ലാവരും സൂക്ഷ്മമായിട്ട് നോക്കൂല്ലേ. അതേപോലെ തന്നെ ആയിരുന്നു പെലായോയ്ക്കും എലിസൻ്റെയ്ക്കും. അവർ ആദ്യം നല്ല ക്ലോസ് ആയിട്ട് അയാളെ നോക്കി, അതിശയപ്പെട്ടൊക്കെ നോക്കി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ സർപ്രൈസ് മാറുകയാണ്. താമസിയാതെ അവരുടെ അത്ഭുതം അങ്ങോട്ട് മാറി. അതിനുശേഷം എന്ത് സംഭവിച്ചു? ദെൻ ദേ ഡെയർ സ്പീക്ക് ടു ഹിം. പതുക്കെ അവർ ആ ഒരു ഓൾഡ് മാനോട് സംസാരിക്കാൻ ഉള്ള ഒരു ധൈര്യം കാണിക്കുകയാണ്. ഹി ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട് വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. അപ്പം അയാൾ മനസ്സിലാകാത്ത ഭാഷയിലാണ് സംസാരിച്ചത്. ഇവർക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷയിലായിരുന്നു സംസാരം. ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് പരിചിതമല്ലാത്ത ഒരു സംസാരം ആയിരുന്നു അത്. ഒരു നാവികൻ, സെയിലേഴ്സ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാവികൻ്റെ ഒരു ശബ്ദം, ആ വോയിസിലാണ് സംസാരം. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. Then they called in a neighbor woman to see him. അപ്പോൾ അവരെന്താണ് അതിലൊരു അസംഷനിൽ എത്തുന്നത്? എന്താ അവർ വിചാരിക്കും, കൊടുങ്കാറ്റിൽ, സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിൽ തകർന്ന ഏതെങ്കിലും ഒരു ഫോറിൻ ഷിപ്പ്, വിദേശ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളായിരിക്കും ഇത് എന്ന് ഈ ദമ്പതികൾ പെലായോയും എലിസൻ്റെയും കരുതുകയാണ്. അങ്ങനെ അവർക്കത് അറിയില്ല, കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവരെന്ത് ചെയ്യും? താമസിയാതെ അവരുടെ ഒരു നൈബർ, അയൽപ്പക്കത്തുള്ള ഒരു നൈബറിനെ വിളിക്കും. All she needed was one look to show them their mistake. He is as an angel, she told them. അപ്പോൾ നൈബർ ലേഡി വന്നിട്ട് പറയും, ഇതൊരു ഏഞ്ചലാണ്, ഇതൊരു മാലാഖയാണ്. He must have been coming for the child, but the poor fellow is so old that the rain knocked him down. അപ്പോൾ അവൻ കുട്ടിയെ തേടി വന്നതായിരിക്കണം എന്നാണ് പറയുന്നത്. ഇതൊരു മാലാഖയാവാം അല്ലേ, മാലാഖയാണ്, ചൈൽഡിനെ തേടി വന്നിരിക്കുകയാണ് അല്ലേ, പക്ഷെ ഓൾഡായിപ്പോയി. നല്ല മഴ പെയ്തിട്ടുണ്ടാവാം, നല്ല മഴ അവനെ വീഴ്ത്തിയതായിരിക്കും എന്ന് ഈ സ്ത്രീ പറയും.
On the following day, everyone knew that a flesh and blood angel was held captive in Pelayo's house. Pelayo watched over him all afternoon from the kitchen, armed with his bailiff's club. Before going to bed, he dragged him out of the mud and locked him up with the hens in the chicken coop. അപ്പോൾ എന്താണ്, പിറ്റേന്ന് പെലായുടെ വീട്ടിൽ ഈ പറയുന്ന ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ, മാംസരക്തങ്ങളുള്ളൊരു മാലാക തടവിലാണെന്ന് എല്ലാവരും അറിയുകയാണ്. അതായത് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ എന്താണ്, തടവിലാണ്, അല്ലെങ്കിൽ അതിനെ പിടിച്ചിട്ടുണ്ട്, അതിനെ അവിടെ ഉണ്ടെന്ന് എല്ലാവരും അറിയുന്നു. പെലായോ എന്ത് ചെയ്യുമായിരുന്നു, അടുക്കളയിൽ നിന്ന് ഈ ഒരു ഏഞ്ചലിനെ അല്ലെങ്കിൽ ഈ ഒരു ഓൾഡ് മാനെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, അയാൾ അവനെ ചെളിയിൽ നിന്ന് വലിച്ചെടുത്തിട്ട് കോഴിക്കൂട്ടിൽ കോഴികളോടൊപ്പം കൊണ്ടുപോയിട്ട് പൂട്ടിയിടും. കുറച്ച് കഴിഞ്ഞ സമയത്ത്, ചിക്കൻ കൂപ്പ് എന്ന് പറഞ്ഞാൽ കോഴിക്കൂടാണ് കേട്ടോ. A short time afterward, the child woke up without a fever and with a desired. അപ്പോൾ ഈ കുട്ടി, നമ്മൾ ഈ കഥ തുടങ്ങുമ്പോൾ എലിസണ്ട മകന് കംപ്രസസ് വെച്ച് കൊടുക്കുന്നു, അവന് എന്തോ പനിയോ അസുഖം എന്തോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവരുടെ മകന് അസുഖം മാറി, ആ ഒരു പനിയൊക്കെ മാറി, അവന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് അവരുടെ മകൻ വരികയാണ്. Then they felt magnanimous. They decided to put the angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ കുട്ടിക്ക് പനിയില്ല, കുട്ടി ഉണർന്നു, പനിയില്ല, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു. അപ്പോൾ പെലായോയ്ക്കും എലിസണ്ടയ്ക്കും വളരെ സന്തോഷമായി. അവർ ആ മാലാകെ 3 ദിവസത്തേക്കുള്ള എന്ത് ചെയ്തു, ഭക്ഷണം, ശുദ്ധജലവും ഭക്ഷണമൊക്കെ കൊടുത്ത് എന്താണ് 3 days നിന്നിട്ട് അവനെ എന്ത് ചെയ്യണം, അവൻ്റെ ആ ഒരു വിധിക്ക് വിട്ടുകൊടുക്കാം, കടലിൽ അവൻ്റെ വിധിക്ക് വിടാം എന്നുള്ള ഒരു ഇതിലേക്ക് വരികയാണ്, ഒരു തീരുമാനത്തിലേക്ക് അല്ലേ. ബട്ട് വെൻ ദേ വെന്റ് ഔട്ട് ഇൻ ദ കോർട്ട്യാർഡ് അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ, ദേ ഫൗണ്ട് ദ ഹോൾ നൈബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ് ഹാവിംഗ് ഫൺ വിത്ത് ദ ഏഞ്ചൽ. അപ്പോൾ ഇതൊക്കെ തീരുമാനിച്ചതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത്, അടുത്ത ദിവസം രാവിലെ ഇവർ കാണുന്നത് എന്താണ്, അപ്പോൾ അവൻ്റെ ഒരു ഫേറ്റിന് അവർ വിടുകയാണ് കേട്ടോ. അത് പറയുന്നത് ലീവ് ഹിം ടു ഹിസ് ഫേറ്റ് ഓൺ ദ ഹൈ സീസ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു കടലിൻ്റെ ചങ്ങാടത്തിൽ കയറ്റിയിട്ട് കടലിൻ്റെ കൊണ്ടുപോയിട്ട് അവൻ്റെ വിധിയിലേക്ക് അവൻ എന്താണോ ഇനി ചെയ്യേണ്ടത് ചെയ്തോട്ടെ അവൻ്റെ വിടുകയാണ്. പക്ഷെ അടുത്ത ദിവസം രാവിലെ ഇവർ കാണുന്നത് എന്താ, മുറ്റത്ത് ഫുള്ള് ആളുകളല്ലേ, ലൈറ്റ് ആളുകൾ, നൈബർഹുഡിലെ എല്ലാ ആളുകളും ആ ഒരു കോഴിക്കൂടിൻ്റെ ഫ്രണ്ടിലുണ്ട്. ആരും അതിനകത്തുണ്ട്, ഇവരെ ഏഞ്ചൽ എന്ന് വിളിക്കുന്ന ആ ഒരു ഓൾഡ് മാനും അതിനകത്തുണ്ട്. വിസിറ്റേഴ്സ് വർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ് ത്രൂ ദ ഓപ്പണിങ്സ് ഇൻ ദ കൂപ്പ്. അപ്പോൾ കോഴിക്കൂടിൽ ഓപ്പണിങ് ഉണ്ടാവുമല്ലോ, ആ ഓപ്പണിങ്സിലൂടെ വിസിറ്റേഴ്സ് അതിന് ഭക്ഷണങ്ങൾ കൊടുക്കണു, കഴിക്കാനുള്ളത് കൊടുക്കണു. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വർ നോട്ട് എ സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ ബട്ട് എ സർക്കസ് ആനിമൽ. അപ്പോൾ എന്താണ് അവിടെ, ആളുകൾ ആ മാലാകയെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അവർ അവന് കഴിക്കാൻ ഭക്ഷണം എറിഞ്ഞു കൊടുക്കുന്നു. ഒരു മാലാകയല്ല, ഒരു സർക്കസ് മൃഗമാണെന്ന് അവർക്ക് തോന്നുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ സർക്കസ് മൃഗങ്ങളും അതുപോലെ സൂ ഒക്കെ കാണാൻ പോകുമ്പോഴല്ലേ ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ അതേപോലെയായിരുന്നു ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഈ കൂടിനുള്ളിലൂടെ സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നതും അത്ഭുതകരമായി നോക്കുന്നതും ഒക്കെ ചെയ്തത്. The news of the captive angel spread with great rapidity. After a few hours, the courtyard had the bustle of a marketplace. അപ്പോൾ ഈ ഒരു ഏഞ്ചലിനെ തടവിലാക്കിയിരിക്കുന്നു എന്ന വിവരം, തടവിലാക്കല്ല, ഏഞ്ചൽ അവിടെ ഉണ്ട് എന്നുള്ള വിവരം എന്താണ്, വളരെ പെട്ടെന്ന് അവിടെ പരന്നു, എല്ലാ ആളുകളും അറിയാൻ തുടങ്ങി. താമസിയാതെ തന്നെ അവരുടെ മുറ്റം ഒരു ചന്ത, ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ. ജനക്കൂട്ടത്തെ പറഞ്ഞയക്കാൻ ഈ ദമ്പതികൾക്ക് സൈന്യത്തെ വരെ വിളിക്കേണ്ടി വന്നു. The couple had to call in troops to disperse the mob. ഒരു കൂട്ടം പിരിച്ചു വിടാൻ വേണ്ടിയിട്ട് അവർ സൈന്യത്തിനെ വരെ വിളിച്ചു. They got the idea of fencing in the yard and charging 5 cents for admissions to see the angel. അങ്ങനെ അവർക്ക് ഒരു ഐഡിയ കിട്ടുകയാണ്. അവർ ആ മുറ്റം മുഴുവൻ വേലി പോലെ കെട്ടിയിട്ട് ഇതിനെ കാണാൻ വരുന്നവരുടെ നിന്നൊക്കെ 5 cents എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 5 rupees എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഈ 5 cents വീതം രൂപ ചാർജ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് പോലെ ആക്കിയവർ. ഈ ഏഞ്ചലിനെ കാണണമെങ്കിൽ നമ്മൾ ഈ 5 cent 5 രൂപ കൊടുക്കണം. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. ദൂരെ നിന്ന് പോലും ആളുകൾ ഇതിനെ കാണാൻ വേണ്ടി എത്തുകയാണ്. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. അപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ആരോഗ്യം തേടിയിട്ട് വികലാംഗർ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അസുഖങ്ങളുള്ളവരൊക്കെ അസുഖങ്ങൾ മാറുമെന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ വേണ്ടി എത്തി. പെലായോ ആൻഡ് എലിസണ്ട വർ ഹാപ്പി വിത്ത് ഫാറ്റിക്.
in less than a week they had crammed their rooms with money. അങ്ങനെ പെലായോയും എലുസൈൻ്റെയും സന്തുഷ്ടരായി. എന്താ കാര്യം? ഒരാഴ്ചയിൽ താഴെ സമയത്തിനുള്ളിൽ തന്നെ അവരുടെ റൂമുകളൊക്കെ പൈസ കൊണ്ട് നിറഞ്ഞു. അത്രയും പൈസ അവർക്ക് ലഭിച്ചു. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻറ്റർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറിസോൺ. അപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. സന്ദർശകരും വന്നുകൊണ്ടേയിരുന്നു. The angel was the only one who took no part in his own act. He spent his time trying to get comfortable in his borrowed nest. At first, they tried to make him eat some mothballs. എന്താണ് സംഭവിച്ചത്? മാലാഖ എന്ന് പറയുന്ന ഈ ഓൾഡ് മാൻ അല്ലെങ്കിൽ നമ്മുടെ ഏഞ്ചൽ ആ കൂട്ടിൽ സുഖമായി ഇരുന്ന് സമയം ചെലവഴിച്ചു. വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അവർ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അവനതിൽ മോത്ത് ബോൾസ് പറയുന്നുണ്ട്. അവനിഷ്ടം പലതും അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനിഷ്ടം എന്തായിരുന്നു? ബട്ട് ഹി ഏറ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാൻ മഷ്. എഗ് പ്ലാൻ മഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴുതന പോലത്തെ ഒരു സംഭവം വെച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് മാത്രമായിരുന്നു അവന് ഇഷ്ടം, എഗ് പ്ലാന്റ് മഷ്. ആ വഴുതന കഞ്ഞി എന്നൊക്കെ പറയാം, അതാണ് സാധനം. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വിർച്യൂ സീംഡ് ടു ബി പേഷ്യൻസ്. അവൻ്റെ ഏറ്റവും നല്ല ഒരു സൂപ്പർ നാച്ചുറൽ ക്വാളിറ്റി എന്തായിരുന്നു? ക്ഷമ, പേഷ്യൻസ് ആയിരുന്നു. ഹി വാസ് ക്വയറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെക്കഡ് അറ്റ് ഹിം സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. അപ്പോൾ ഈ ഒരു മാലാഖയുടെ തൂവലുകൾ നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നില്ലേ? അതിൽ നിന്ന് ഈ പറയുന്ന ഹെൻസ്, അതായത് കോഴികൾ എന്ത് ചെയ്യും? അതിൽ പാരസൈറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലേ, ഈ കോഴികൾക്ക് തിന്നാൻ പറ്റുന്ന ആ ജീവികളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഈ കോഴികൾ ആ ഒരു മാലാഖയുടെ ശരീരത്തിൽ നിന്ന്, തൂവലുകളിൽ നിന്ന് കൊത്തി തിന്നാൻ ശ്രമിച്ചു. ഹി വാസ് പേഷ്യൻ്റ് അഗൈൻ വെൻ ദ ക്രിപ്പിൾസ് പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദെയർ ലിംസ് വിത്ത്. പക്ഷേ നമ്മുടെ ഈ മാലാഖ, ഈ ഓൾഡ് മാൻ വളരെ ക്ഷമ ഉള്ള ആളായിരുന്നു അല്ലേ? എന്താ കാര്യം? കോഴികൾ അവനെ കൊത്തി വലിച്ചപ്പോഴും ചില ആളുകൾ എന്ത് ചെയ്യും? തൂവലുകളൊക്കെ പുറത്തെടുത്ത് അവരുടെ കൈകാലുകളിലൊക്കെ തൊടാൻ ശ്രമിച്ചു. ചിലർ അവൻ്റെ നേരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കല്ലൊക്കെ എറിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഹി റിമൈൻഡ് പേഷ്യൻ്റ് വെൻ ഈവൻ ദ മോസ്റ്റ് മേഴ്സിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. അവൻ്റെ മേലെ കല്ലെറിഞ്ഞിട്ട് പോലും അവൻ എന്ത് ചെയ്തു? ക്ഷമയോടെ ഇരുന്നു. ആഫ്റ്റർ ഓൾ ദേ വർ ഓൺലി ട്രൈങ് ടു ഗെറ്റ് ഹിം ടു റൈസ് സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. എല്ലാവരും ഇത് എന്തിനാ ചെയ്തത്? അവനെ എഴുന്നേൽപ്പിക്കാനാണ് എല്ലാവരും ശ്രമിച്ചത്. ഇതെല്ലാം ചെയ്താൽ അവൻ എഴുന്നേൽക്കും എന്ന് അവർ കരുതി. It so happened that during those days there arrived in the town a traveling show. അപ്പോൾ ആ ഒരു സമയത്താണ് അവരുടെ ആ ഒരു പട്ടണത്തിൽ ഒരു ഷോ വരുന്നത്, വേറൊരു ഷോ വരുന്നു കേട്ടോ. The main attraction was a woman who had been changed into a spider by a burst of thunder and lightning. അപ്പോൾ ഇടിമിന്നൽ ഏറ്റിട്ട് ഒരു സ്ത്രീ, ഒരു വിമൺ, ഒരു സ്പൈഡർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ആ ഒരു പരിപാടിയുടെ ആകർഷണം. ഇടിമിന്നലിൽ ചിലന്തിയായി മാറിയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു അതിലെ പ്രധാന ആകർഷണം. ആ പട്ടണത്തിലെത്തിയ പുതിയ ഒരു പരിപാടി, പുതിയൊരു ഷോ വന്നു, അതിൻ്റെ ആകർഷണം. അപ്പോൾ അവളെ കാണാനുള്ള പ്രവേശന ഫീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഏഞ്ചൽ, ഈ ഓൾഡ് മാൻ ആയിട്ടുള്ള ഏഞ്ചലിനെ കാണാനുള്ളതിനേക്കാൾ കുറവായിരുന്നു. ആ ടിക്കറ്റ് നിരക്ക് കുറവായിരുന്നു. അങ്ങനെ the admission fee to see her was less than the fee to see the angel. So the people flocked to see her. അപ്പോൾ ആളുകൾ എപ്പോഴും അങ്ങനെയാണല്ലേ, എവിടെയാണോ ചാർജ് കുറവ് അങ്ങോട്ട് പോകും. ഇവിടെ അതേപോലെ തന്നെയാണ്. They were also permitted to ask her all manner of questions about her absurd state. അവിടെ ഒരു പെർമിഷനും കൂടി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവർ ചെലന്തി ആയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യാം, അവരോട് തന്നെ ചോദിക്കാനുള്ള ഒരു അവസരവും കൂടി ആ പരിപാടിയിൽ ആൾക്കാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾക്ക് ആ ഒരു സ്പൈഡർ ലേഡിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള സൗകര്യവും അവിടെ ഉണ്ടായിരുന്നു. The owners of the house had no reason to lament with the money they saved. They built a 2-story mansion with balconies and gardens. It also had high netting so that crabs wouldn't get in during the winter, and iron bars on the windows so that angels wouldn't get in. അപ്പോൾ എന്താണ് സംഭവിച്ചത്? He
എലിസന്റെയും പെലായും കൂടിയിട്ട് എന്താ ചെയ്തത്, അവർക്ക് കിട്ടിയ പൈസ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് അവർ ഒരു 2 സ്റ്റോറി മാൻഷൻ പണിതു, 2 നില മാളിക അത് പണിതു. ശൈത്യകാലത്ത് അവരെന്ത് ചെയ്തു, ഇറ്റ് ഹാസ് ഓൾസോ നെറ്റിംഗ് ഒക്കെ ഉണ്ടാക്കി, ഞണ്ടുകളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ ഇരുമ്പ് കമ്പികൾ ഒക്കെ ഉണ്ടായിരുന്നു, മാലാഖമാർ വേറെ ഒന്നും അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരുമ്പ് കമ്പികൾ ഉണ്ടാക്കി. പിന്നെ പെലായോ ഓൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാരൻ ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബൈലീഫ് ഫോർ ഗുഡ്. പെലായോ അയാളുടെ ജോലി ഉണ്ടായിരുന്നല്ലോ, ബെയിലീഫ് ആയിട്ടുള്ള ജോലികൾ വേണ്ടാന്ന് വെച്ചു. അതുപോലെ തന്നെ മൊയലിന്റെ ബറൂസ് എല്ലാം ഉണ്ടാക്കി. എലിസൻഡ ബോട്ട് സം സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മിനി ഡ്രസ്സസ് ഓഫ് ഇറിഡീസൻറ്റ് സിൽക്ക്. അപ്പം എലിസന്റെ ആണെങ്കിലോ നല്ല ഹൈ ഹീൽഡ് ആയിട്ടുള്ള ചെരുപ്പും അതുപോലെ സാറ്റിൻ ഷൂസും ധാരാളം സിൽക്ക് വസ്ത്രങ്ങളും എല്ലാം വാങ്ങിച്ചു. പൈസ ഉണ്ടല്ലോ അവരോട്, നിറയെ പൈസ കിട്ടിയല്ലോ, അപ്പോൾ അവരതെല്ലാം വാങ്ങിച്ചു. കോഴിക്കോട് അപ്പോൾ അവിടെ എന്തുണ്ട്, ചിക്കൻ കൂപ്പ് അല്ലേ. ദ ചിക്കൻ കൂപ്പ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിഡ്ന്റ് റിസീവ് എനി അറ്റൻഷൻ. എല്ലാം മാറി, പക്ഷെ അവിടെയുള്ള കോഴിക്കൂട് മാത്രം ഇവർ ആരും ശ്രദ്ധിച്ചില്ല. ദ ഡങ് ഹീപ് സ്റ്റെൻച്ച് ഫ്രം ദ കൂപ്പ് വാസ് ടേണിംഗ് ദ ന്യൂ ഹൗസ് ഇൻ ടു ആൻ ഓൾഡ് വൺ. അപ്പോൾ ഈ കോഴിക്കൂട് വൃത്തിയാക്കാണ്ട് വരുമ്പോൾ അതിനകത്തു നിന്നുള്ള സ്മെല്ല് അല്ലേ, അപ്പോൾ കോഴിയുടെ ആ ഒരു കാഷ്ടവും അതിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ഭയങ്കര സ്മെല്ല് അവിടെ നിന്ന് വന്നു. പുതിയ വീടിന് പഴയതാക്കുന്നത് ആ നാറ്റമായിരുന്നു കേട്ടോ. അറ്റ് ഫസ്റ്റ് വെൻ ദ ചൈൽഡ് ലേൺ ടു വാക്ക്, അപ്പോൾ ഇവർക്കൊരു മകൻ ഉണ്ടല്ലേ, നമ്മൾ കഥയുടെ ആദ്യം പറഞ്ഞ ആ മകൻ. അപ്പോൾ ആ ഒരു മകൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ആ ചൈൽഡ് വെൻ ദ ചൈൽഡ് ലേൺ ടു വാക്ക്, മകനാണോ, മകനാണ്. അപ്പോൾ ആദ്യം തന്നെ ആ കുട്ടി നടക്കാൻ തുടങ്ങിയപ്പോൾ അവർ വളരെ കെയർഫുൾ ആയി. ദേ വെർ വെരി കെയർഫുൾ ദാറ്റ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് ടു ക്ലോസ് ടു ദ കൂപ്പ്. ആ കുട്ടി കോഴിക്കൂടിനടുത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിച്ചു. ബട്ട് ദെൻ ദേ ബിഗാൻ ടു ലോസ് ദെയർ ഫിയേഴ്സ് ആൻഡ് ഗോട്ട് യൂസ് ടു ദ സ്മെൽ. പതുക്കെ പതുക്കെ ആ നാറ്റം അവിടെ ഫുൾ ഉണ്ടായിരുന്നില്ലേ, അതുമായിട്ട് ഇവരെല്ലാം പൊരുത്തപ്പെട്ടു. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത് ഹി ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ. കുട്ടിക്ക് രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടി ആ കോഴിക്കൂടിനകത്ത് പോയി കളിക്കാൻ തുടങ്ങി. ബിക്കോസ് കോഴിക്കൂടിലെ കുറച്ച് വയറുകളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനുള്ളിൽ കൂടി കുട്ടി അകത്ത് കയറി കളിക്കാൻ തുടങ്ങി. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. അങ്ങനെ കുട്ടിക്ക് എന്ത് വന്നു, ചിക്കൻ പോക്സ് വന്നു. അപ്പോൾ the doctor who took care of the child couldn't resist the temptation to listen to the angel's words. അപ്പോൾ ഏഞ്ചലിന് ചിക്കൻ പോക്സ് ഉണ്ട്. അപ്പോൾ കുട്ടിയെ പരിശോധിക്കാൻ വന്ന ഡോക്ടർക്ക് ഏഞ്ചലിന്റെ ഹേർട്ട് ബീറ്റും കേൾക്കണം എന്നുള്ളൊരു ടെംപ്റ്റേഷൻ ഉണ്ടായി. ഹി ഫൗണ്ട് സോ മച്ച് വിസ്ലിംഗ് ഇൻ ദ ഹേർട്ട് ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നീസ്. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹൗവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. അപ്പോൾ അയാൾ ആ ഒരു മാലാഖേനെയും ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് സൗണ്ടുകൾ കേട്ടു. കിഡ്നിയിൽ നിന്നും ഹേർട്ടിൽ നിന്നും ഹൃദയത്തിൽ നിന്നൊക്കെ ഒരുപാട് സൗണ്ടുകൾ കേട്ടു. പക്ഷേ അയാൾക്ക് വളരെ സർപ്രൈസിംഗ് ആയി തോന്നിയത് ആ മാലാഖയുടെ ചിറകുകളായിരുന്നു. ദേ സീംഡ് സോ നാച്ചുറൽ ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. ഹി കുഡിൻ അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡിൻറ്റ് ഹാവ് ദം ടു. അപ്പോൾ ബാക്കിയെല്ലാം മനുഷ്യരുമായിട്ട് ഏകദേശം സിമിലർ ആയിരിക്കുന്നു, ഒരേപോലെ. പക്ഷെ എങ്ങനെയാണ് ഈ ചിറകല്ലേ, അപ്പോൾ അത് എന്തുകൊണ്ട് എന്നുള്ളത് മനസ്സിലായില്ല. ഡോക്ടർക്ക് ആ ചിറക് മാത്രമായിരുന്നു ഒരു അത്ഭുതം. എന്താണ് മറ്റുള്ളവർക്ക് ചിറകുകൾ എന്തുകൊണ്ടില്ല എന്ന് ഡോക്ടർ അത്ഭുതപ്പെടുകയാണ്. വെൻ ദ ചൈൽഡ് ബിഗാൻ സ്കൂൾ ദ സൺ ആൻഡ് റെയിൻ ഹാഡ് കോസ്ഡ് ദ കൊളാപ്സ് ഓഫ് ദ ചിക്കൻ കൂപ്പ്. ദ ഏഞ്ചൽ വെൻ ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദെയർ ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ. ഹി സീംഡ് ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ പതുക്കെ കുട്ടി സ്കൂളിൽ പോകാനുള്ള പ്രായമായി. കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ വെയിലും മഴയും കാരണം ആ കൂട് അങ്ങ് തകർന്നു, ചിക്കൻ കൂപ്പ് തകർന്നു. മാലാഖ വളരെ അസ്വസ്ഥനായി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, അതും ഇതും വലിച്ചു, ഒരേ സമയം പല സ്ഥലങ്ങളിലാണെന്ന് തോന്നുന്ന പോലെയൊക്കെ ചെയ്തു. He could scarcely eat, and his eyes had also become so foggy that he went about bumping into posts. Pelayo threw a blanket over him and let him sleep in the shed. Only then did they notice that he had a temperature at night. അപ്പം എന്താണ്, അവനാകെ ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ അല്ലേ. അവന് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയുന്നില്ല. അവൻ്റെ കണ്ണുകൾ മൂടൽ മഞ്ഞുകൾ മൂടിയ പോലെ ഉണ്ടായിരുന്നു. തൂണുകളിലൊക്കെ ഇടിച്ചിടിച്ചാണ് നടക്കുന്നത്. അങ്ങനെ പെലായോ ഇത് കണ്ടു. പെലായോ എന്ത് ചെയ്യാണ്, അവന് ഒരു പുതപ്പ് എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഷെഡിൽ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ഷെഡിൽ ഉറങ്ങാൻ വിട്ടുകയാണ്. അപ്പോൾ രാത്രി നോക്കുന്ന സമയത്ത് അവന് ടെമ്പറേച്ചർ, അവന് പനി ഉണ്ടെന്ന് അവർ കണ്ടെത്തി. അവർക്ക് ടെൻഷനായി.
പെലായോ ത്രൂ ബ്ലാങ്കറ്റ് ഒക്കെ എറിഞ്ഞു കൊടുത്തു. ദേ ബിക്കേം അലാറം ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. അയ്യോ, ഇനി ഈ മാലാഖ മരിച്ചു പോകുമോ എന്നവർ ഭയപ്പെട്ടു. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേഴ്സ്റ്റ് വിന്റർ ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്. ഹി റിമൈൻഡ് മോഷൻലെസ് ഫോർ സെവറൽ ഡേയ്സ് ഇൻ ദ ഫാർദസ്റ്റ് കോർണർ ഓഫ് ദ കോർട്ട്യാർഡ്. At the beginning of December, some large stiff feathers began to grow on his wings. They looked like the feathers of the scarecrow. അപ്പം എന്ത് സംഭവിച്ചു? അവന് പനിയുണ്ട്, അവൻ മരിക്കുമോ എന്നൊക്കെ ഇവർ ഭയപ്പെട്ടു. പക്ഷെ അവൻ അതെല്ലാം അതിജീവിച്ചു അല്ലേ. ആ ദിവസങ്ങൾ കടന്നുപോയി, വെയിൽ നിറഞ്ഞ ദിവസങ്ങൾ വന്നു. അവൻ വളരെ നന്നായിട്ട് ഹെൽത്തൊക്കെ ഓക്കെ ആയി സുഖം പ്രാപിച്ചു. മുറ്റത്തിൻ്റെ ഒരു മൂലയിൽ ദിവസങ്ങളോളം അനങ്ങാതെ കിടന്നു. പക്ഷേ ഡിസംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ അവൻ്റെ ചിറകുകളിൽ ചില വലിയ കട്ടിയുള്ള തൂവലുകളൊക്കെ വളരാൻ തുടങ്ങി. അവ ഒരു ഇര പിടിക്കുന്ന പക്ഷിയുടെ തൂവലുകൾ പോലെ കാണപ്പെട്ടു. അങ്ങനെ ഒരു സ്കെയർ ക്രോ പറഞ്ഞ ഇര പിടിക്കുന്ന ഒരു കാക്കയുടെ തൂവലുകൾ പോലെ കാണപ്പെടുകയാണ്. One morning, Elisenda was cutting some bunches of onions for lunch when a wind blew into the kitchen. Then she went to the window and found the angel in his first attempts at flight. These were so clumsy that he was on the point of knocking that shed down as he couldn't get a grip on the air. But then he did manage to gain altitude. Elisenda let out a sigh of relief for herself and for him. When she watched him pass over the last houses, he was holding himself up in some way with the risky flapping of a senile vulture. അപ്പോൾ ഒരു ദിവസം രാവിലെ എലിസണ്ട ഉച്ചഭക്ഷണത്തിനായിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുക്കളയിലേക്ക് ഒരു കാറ്റ് വീശാണ്. അപ്പോൾ അവൾ കാണുന്നു പറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഏഞ്ചലിനെ. മാലാഖയെ കാണും, കൂട്ടിലിരുന്നിട്ട് പറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വായുവിൽ പിടികിട്ടാതെ ഷെഡ് ഇടിച്ച് വീഴ്ത്തുന്ന പോലെയൊക്കെ അവൾക്ക് തോന്നി. ഷെഡാണ് കേട്ടോ, കൂട് പോലും അല്ല. അപ്പോൾ പതുക്കെ പതുക്കെ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പിന്നീട് പതുക്കെ അതെല്ലാം അതിജീവിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഉയരത്തിലേക്ക് പറക്കാൻ അതിന് കഴിയാണ്. ഒരു വൾച്ചറിനെ പോലെ, ഒരു കഴുകനെ പോലെ എന്ത് ചെയ്യാണ്, പറക്കാൻ സാധിക്കുകയാണ്. കണ്ടല്ലോ നിങ്ങൾ ആ ചിത്രത്തിൽ അതുപോലെ. She kept watching him even when she was through cutting the onions. She kept on watching until it was no longer possible for her to see him. He was no longer an annoyance in her life, but an imaginary dot on the horizon of the sea. എന്താണ്, എലിസണ്ട അവൻ പറന്നു പോകുന്നത് കണ്ട് എലിസണ്ട ആശ്വാസത്തോടെ നെടുവീർപ്പിടുകയാണ് കേട്ടോ. ഒരു വയസ്സായ വൃദ്ധ കഴുകനെ പോലെ അത് പറന്നുയരാൻ തുടങ്ങി. ആ പുള്ളി മുറിച്ചുകൊണ്ട് അവൾ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ആ എലിസണ്ടയ്ക്ക് അവനെ കാണാൻ കഴിയുന്നില്ല. അവൻ അവളുടെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് മാറാതെ, അവരുടെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട്, അനോയൻസ് ആവാതെ, ബുദ്ധിമുട്ടുണ്ടാക്കാതെ എന്ത് ചെയ്യാണ്, അങ്ങനെ മാറിപ്പോവാണ്. കടലിന്റെ ചക്രവാളത്തിലെ ഒരു സാങ്കല്പിക ബിന്ദുവായിട്ട് അവൻ മാറുകയാണ്. ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറിസൺ ഓഫ് ദ സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിന്റെ ചക്രവാളത്തിലെ ഒരു സാങ്കല്പിക ഡോട്ട്, ബിന്ദുവായിട്ട് മാറുകയാണ് നമ്മുടെ ഈ ഒരു ഏഞ്ചൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോറി വരുന്നത്. മലയാളം എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇത്ര നേരം ചെയ്തത്. അപ്പൊ ഇനി നമ്മൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടങ്ങിയുള്ള വീഡിയോസ് പാർട്ട് 2 ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഡീറ്റെയിൽ ക്ലാസ്സസ് നമ്മുടെ ഈ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മളുടെ ഓഥറായ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ തുടർന്ന് നിങ്ങൾ വാച്ച് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.